ഭീകരതയ്ക്കെതിരെ ഉറച്ച പോരാട്ടം തുടരുകയാണ് ഇസ്രയേൽ. ഒക്ടോബർ 7 കൂട്ടക്കൊലയിൽ നിർണായക പങ്കുള്ള ഭീകരനെ ഉൾപ്പെടെ ഇസ്രയേൽ സൈന്യം വകവരുത്തി. ലോകം കണ്ണീരണിഞ്ഞ വാർത്തയായിരുന്നു ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടുപോയ ഇസ്രായേലി വനിതയായ ഷിരി ബിബാസിന്റെയും മക്കളുടെയും മരണവാർത്ത. ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്ന വാർത്ത ഞെട്ടലോടെയാണ് ലോകം കേട്ടത്. ഷിരി ബിബാസിനെയും മക്കളായ ഏരിയൽ, കിഫർ എന്നിവരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ ഭീകരരിൽ ഒരാളായ മുഹമ്മദ് ഹസൻ മുഹമ്മദ് അവാദിനെ വധിച്ചെന്നാണ് ഇസ്രയേൽ സൈന്യം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഗാസയിലെ മിലിറ്ററി ഇന്റലിജൻസ് വിഭാഗത്തിലെ സീനിയർ കമാൻഡറായിരുന്നു അവാദ്. പലസ്തീൻ മുജാഹിദീൻ ഭീകര സംഘടനയുടെ മുതിർന്ന കമാൻഡർമാരുമായി ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു. ഒക്ടോബർ 7 ഇസ്രയേലിലേക്ക് പലതവണ നുഴഞ്ഞുകയറിയ ഈ ഭീകരൻ അന്നത്തെ കൂട്ടക്കൊലയുടെ കാരണക്കാരിൽ പ്രധാനിയായിരുന്നു. ഷിരി, ഏരിയൽ, കിഫർ ബിബാസ് എന്നിവരെ തട്ടിക്കൊണ്ടുപോയതിലും ക്രൂരമായ കൊലപാതകങ്ങളിലും ഇയാൾ പങ്കാളിയാണെന്നാണ് സ്ഥിരീകരിക്കപ്പെടുന്നത്. തായ് സിവിലിയന്മാരെ തട്ടിക്കൊണ്ടുപോകുന്നതിലും ഈ ഭീകരന് പങ്കുണ്ടായിരുന്നു. കൂടാതെ ഭീകരവാദ പ്രവർത്തകരെ റിക്രൂട്ട് ചെയ്യുന്നതിലും ഇസ്രയേലിനും ഐഡിയ സൈനികർക്കും എതിരായ ഭീകരാക്രമണങ്ങൾ നടത്തുന്നതിലും ഇയാൾ സജീവ പങ്കാളിയായിരുന്നു. ഹമാസിന്റെ സൈനിക വിഭാഗത്തിലെ മുഹമ്മദ് സാലിഹ് മുഹമ്മദ് അൽ ബർദാവിലും കൊല്ലപ്പെട്ടെന്ന് IDF അറിയിച്ചു. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിലും ഗാസയിൽ തടവിലായിരുന്ന ഇസ്രയേലി ബന്ദികളെ ചിത്രീകരിച്ച പ്രചാരണ വീഡിയോകൾ നിർമ്മിക്കുന്നതിലും ബർദാവിൽ സജീവ പങ്ക് വഹിച്ചു. ജുബലിയിലെ ഹമാസിന്റെ കേന്ദ്ര മീറ്റിംഗ് പോയിന്റായി പ്രവർത്തിക്കുന്ന ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിൽ നടത്തിയ കൃത്യമായ ആക്രമണത്തിലൂടെ 4 ഹമാസ് ഭീകരരെയും ഇസ്രയേൽ വധിച്ചു. ഒക്ടോബർ 7 കൂട്ടക്കൊലയിൽ പങ്കെടുത്ത ഹമാസിന്റെ കിഴക്കൻ ജബലിയ ബറ്റാലിയനിലെ ഭീകരനായ ഷാദി ദിയാബ് അബ്ദുൽ ഹമീദ് ഫലൂജിയും കൊല്ലപ്പെട്ട ഭീകരരിൽ ഉൾപ്പെടുന്നു. ഗാസയിൽ ബോംബാക്രമണങ്ങൾ തുടരുകയാണ് ഇസ്രയേൽ. തെക്കൻ ഗാസയിലെ റഫ വളഞ്ഞുവെച്ച സൈന്യം വടക്കൻ ഗാസയിലെ പട്ടണങ്ങളിലും ഒഴിപ്പിക്കൽ തുടങ്ങി. ഈ മേഖലയിൽ കടുത്ത ആക്രമണം ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. ലെബനനിലും സിറിയയിലും ഇസ്രയേൽ ആക്രമണം തുടരുകയാണ്. വെള്ളിയാഴ്ച ബെയ്റൂട്ടിലെ ഇസ്രയേൽ ആക്രമണത്തിൽ ഹിസ്ബുള്ള നേതാവ് ഹസൻ ഹർവത്തും മകനും മകളും കൊല്ലപ്പെട്ടതായി ലെബനൻ അധികൃതർ സ്ഥിരീകരിച്ചു.